ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം അച്ഛൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലത്താണ്. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അഴുകാത്ത ശരീരം കാണാനും ആ ശരീരത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാനുമാണ്. ഈ വീഡിയോ കാണുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് അച്ഛൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, വൈദികരുടെ മധ്യസ്ഥനാണല്ലോ വിശുദ്ധ ജോൺ മരിയ വിയാനി. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് ഈശോ കൊണ്ടുതരുന്ന ആ വൈദികർക്ക് വേണ്ടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ ആ അച്ഛൻ അയച്ചു കൊടുക്കണം. ആ അച്ഛൻ അയച്ചു കൊടുത്തിട്ട് അച്ഛനോട് പറയണം, അച്ഛാ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അഴുകാത്ത ശരീരത്തിന് മുമ്പിലിരുന്ന് ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛാ. അച്ഛനെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അഴുകാത്ത ശരീരത്തിൻ്റെ മുമ്പിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും വലിയ എന്ത് സമ്മാനമാണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വീഡിയോ നമുക്ക് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ പറയുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഒത്തിരി പാപികളെ മാനസാന്തരപ്പെടുത്തിയ ആളാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിചയത്തിലൊക്കെ നാളുകളായിട്ട് കുമ്പസാരിക്കാതെ മാനസാന്തരപ്പെടാതെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെന്നിട്ട് പറയാം, വിശുദ്ധ ജോൺ മരിയ വിയാനി പ്രത്യേകം എന്നെ ആൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഈ പള്ളിയും ഇവിടുത്തെ കാര്യങ്ങളും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ കുമ്പസാരക്കൂടും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അഴുകാത്ത ശരീരമെല്ലാം നമുക്ക് കാണാം, നമുക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പള്ളി. ഈ പള്ളിയുടെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ചെറിയ ചെറിയ ചാപ്പലുകളുണ്ട്. ഇപ്പോൾ ഈ വലത്തുവശത്ത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചാപ്പൽ, ഇവിടെയാണ് കുമ്പസാരിക്കാനുള്ള സൗകര്യമുള്ളത്. ഇത് ജോൺ മരിയ വിയാനിയുടെ കുമ്പസാരക്കൂടല്ല, മറിച്ച് ഇവിടെയാണ് ഇപ്പം കൂടുതലും ആൾക്കാർ വന്ന് കുമ്പസാരിക്കുന്നത്. നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പം ഈ വലത്തുവശത്ത് കാണുന്ന ഈ ചാപ്പലാണ്. ഇത് ചാപ്പൽ ഓഫ് ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, അമലോത്ഭവയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചാപ്പലാണ് ഈ വലത്തുവശത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്പലിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചാപ്പലിൽ ശരിക്കും 1836 ജോൺ മരിയ വിയാനി ഇവിടെ പള്ളിയിൽ വരുന്നത് 1818 ജോൺ മരിയ വിയാനി ഇവിടെ പള്ളിയിൽ വരുന്നത്. ആ വരുന്ന സമയത്ത് നമുക്കറിയാം, ഒത്തിരി പാപം നിറഞ്ഞ പള്ളിയിലെ ആൾക്കാർ വരാത്തൊരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 1836 ഒരു ശനിയാഴ്ച ദിവസം വിശുദ്ധ ജോൺ മരിയ വിയാനി കുർബാനയ്ക്കിടയ്ക്ക് പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അൾത്താരയിൽ നിന്ന് ഇറങ്ങി നേരെ ഈ ചാപ്പലിലേക്ക് വന്നു. എന്നിട്ട് ഇടവക്കാരുടെ മുഴുവൻ പേരുകൾ എഴുതി പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ ഇടവകയെ മുഴുവനും അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഈ ആർച്ച് എന്ന് പറയുന്ന ഈ ഇടവക മുഴുവനും വിശുദ്ധ ജോൺ മരിയ വിയാനി ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. നിങ്ങളൊരു കാര്യം ഓർക്കണം, അന്ന് 1836 അമലോത്ഭവം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. 1854 ശരിക്കും പിയൂസ് 9 മാർപ്പാപ്പ അത് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 1858 പരിശുദ്ധ അമ്മ ലൂർദിൽ ബെർണദത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ശരിക്കും അമലോത്ഭവം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് 22 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവാചക വീക്ഷണം ഒന്ന് ഓർത്ത് നോക്കിയേ, അതിനു മുമ്പ് തന്നെ വിശുദ്ധ ജോൺ മരിയ വിയാനി ഇടവകയെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. പിന്നെ നടന്നത് ചരിത്രമാണ്. ഇപ്പം നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ജോൺ മരിയ വിയാനെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു പ്രതിഷ്ഠയായിരുന്നു. അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് ഈ ഒരു ഇടവകയെ പ്രതിഷ്ഠിച്ചതോടുകൂടി ഇടവകയുടെ മുഖച്ഛായ മാറി. ഇടവകയിൽ മുഴുവൻ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ടുണ്ടായി. അനേകായിരങ്ങൾ മാനസാന്തരപ്പെടാനും പ്രാർത്ഥിക്കാനും പാപമോചനം സ്വീകരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഇടവകയിലേക്ക് വരാനായിട്ട് തുടങ്ങി. അതിനു മുൻപ് നീണ്ട നാളത്തെ പ്രാർത്ഥിച്ചുള്ള ഒരുക്കമുണ്ട്, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ദീർഘനാളത്തെ സഹനങ്ങളും കാത്തിരിപ്പുമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പ്രതിഷ്ഠയും കൂടി ആയപ്പം ജീവിതം മാനസാന്തരപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഈ ഒരു സമയത്ത് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ഓർമ്മിപ്പിച്ചിരുന്ന വൈദികരെ ഒന്ന് അമ്മയുടെ ഈ അമലോത്ഭവ ഹൃദയത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കാമോ? എൻ്റെ അമ്മേ, ഈ ഒരു സമയം അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിലേക്ക് ഇന്ന വൈദികരെയൊക്കെ ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വൈദികരുടെ തിരുനാളൊക്കെ ആഘോഷിക്കുന്ന ഈ നാളുകളിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് ഇപ്പം വരുന്ന ഈ വൈദികനെ അമ്മയുടെ വിമല ഹൃദയത്തിന്, അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് അമ്മേ ഞാൻ പ്രതിഷ്ഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അമ്മേ ഞങ്ങൾ
യേശുവിൻ നമ്പികെ അമലേ ആ തിരു കൈകളാൽ തഴുകൂ. യേശുവിൻ നമ്പികെ അമലേ ആ തിരു കൈകളാൽ തഴുകൂ. കനിവിൻ്റെ നിറവാർന്നുരമ്മേ. സ്നേഹമുള്ളവർ, അതോടൊപ്പം തന്നെ നമുക്ക് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ മാനസാന്തരം ആവശ്യമുള്ളവർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരെയും കൂടെ അമ്മയുടെ മുമ്പിൽ ഹൃദയത്തിന് കൊടുക്കുക. അമ്മേ, നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു മാറ്റം സംഭവിക്കുന്നില്ല അമ്മേ. പലരും പറഞ്ഞു, ചിലപ്പോൾ പല ധ്യാനങ്ങളും കൂടി അമ്മേ, പക്ഷെ എന്നിട്ടൊന്നും ഒരു മാറ്റം സംഭവിക്കുന്നില്ല അമ്മേ. അമ്മയുടെ മുമ്പിൽ ഹൃദയത്തിലേക്ക് അമ്മേ ഈ മകനെ അല്ലെങ്കിൽ ഈ മകളെ, എൻ്റെ മക്കളെ, എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ അമ്മയെ സമർപ്പിക്കുന്നു. അമ്മ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് ജീവിതത്തിൽ ആർസിനുണ്ടായതുപോലൊരു മാറ്റം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവണേ അമ്മേ, എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഉണ്ടാവണേ അമ്മേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ച് അമ്മയുടെ മുമ്പിൽ ഹൃദയത്തിൽ സമർപ്പിക്കാം. അലിവിൻ്റെ അനയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം അഗതികളാം മക്കൾക്കെങ്ങും ആ തിരുസന്നിധി അഭയം. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നമ്മൾ മുമ്പോട്ട് പോകുന്നു. നമ്മൾ ഈ പള്ളിയിൽ നേരെ മുമ്പോട്ട് പോകും. മെയിൻ അൾത്താരയുടെ അടുത്തേക്ക് വരുമ്പം വലത്തുവശത്ത് കാണുന്നതാണ് സാക്രിസ്റ്റി. ഈ സാക്രിസ്റ്റിയുടെ അടുത്താണ് വിശുദ്ധ ജോൺ മരിയ വിയാനി ഇരുന്ന് കുമ്പസാരിപ്പിച്ച അത്ഭുതങ്ങൾ, ഒരുപാട് കണ്ട അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ആ വിശുദ്ധമായ കുമ്പസാരക്കൂട് നമ്മൾ കാണുന്നത്. ഈ കാണുന്നതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ കുമ്പസാരക്കൂട്. നമ്മളൊരു പക്ഷേ മനസ്സിൽ വലിയൊരു കുമ്പസാരക്കൂട് അങ്ങനെയൊക്കെ ആയിരിക്കും പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഒരു സാധാരണക്കാരനായിട്ട് ഈ കുമ്പസാരക്കൂട്ടിലിരുന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി അനേകായിരങ്ങളെ മാനസാന്തരപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ കുമ്പസാരക്കൂടിനെ കുറിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃപയെക്കുറിച്ച് ഞാനൊന്ന് നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിശുദ്ധ ജോൺ മരിയ വിയാനി ഏകദേശം 14 തൊട്ട് 18 മണിക്കൂർ വരെ ഈ കുമ്പസാരക്കൂട്ടിലിരുന്നു എന്നുള്ളതാണ്. അതായത് 14 തൊട്ട് 18 മണിക്കൂർ വരെ കുമ്പസാരക്കൂട്ടിലിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1836 പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ പാരീഷിനെ മുഴുവനും ജോൺ മരിയ വിയാനി പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ പിന്നെ നമ്മൾ കാണുന്നത് 1840 14,000 തൊട്ട് 20,000 വരെ ആൾക്കാർ അവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി മാത്രം, ഒരൊറ്റ ഉപദേശം കിട്ടാൻ വേണ്ടി മാത്രം, ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ വരുമായിരുന്നു. അദ്ദേഹം 14 തൊട്ട് 18 മണിക്കൂർ വരെ ഇരുന്ന കുമ്പസാരക്കൂടാണിത്. ഈ ഒരു കുമ്പസാരക്കൂട്ടിലാണ് അദ്ദേഹം ഈ ഒരു ചെറിയ സ്ഥലത്ത് ഈ ഇടുങ്ങിയ ഈ കുമ്പസാരക്കൂട്ടിൽ അദ്ദേഹം ഇരുന്നത്. ഇദ്ദേഹത്തെ വിളിക്കുന്ന പേര് കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്നാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി വിളിക്കുന്ന ഒരു കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷി ഇതാണ്. സ്നേഹമുള്ള ഈ ഒരു സമയം നമുക്ക് ഇവിടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിലിരിക്കാൻ, മടികൂടാതെ കുമ്പസാരക്കൂട്ടിലിരിക്കാൻ, അനേകായിരങ്ങളെ കുമ്പസാരത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ വേണ്ട ഒരു കൃപ നമ്മുടെ എല്ലാ വൈദികർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം പ്രിയപ്പെട്ടവരെ നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശോയെ, വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് കൊടുത്തതുപോലെ ആ കുമ്പസാരക്കൂട്ടിൻ്റെ ഒരു അഭിഷേകം ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇടവകയിലുള്ള, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ വൈദികർക്കും കൊടുക്കണേ, എല്ലാ വൈദികർക്കും കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ കുമ്പസാരക്കൂട്ടിൻ്റെ മുമ്പിൽ, അത്ഭുതം നിറഞ്ഞ കുമ്പസാരക്കൂട്ടിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങൊന്ന് അനുഗ്രഹിക്കണേന്ന് അച്ഛന്മാർക്കൊക്കെ വേണ്ടി നമുക്ക് ഈ ഒരു സമയം പ്രാർത്ഥിക്കാം. കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ, എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ. പ്രിയപ്പെട്ടവരെ, ഈ കുമ്പസാരക്കൂടിയിൽ നിന്ന് നമ്മളിനി നേരെ മുമ്പോട്ട് പോകുമ്പം തൊട്ട് മുമ്പിലുള്ളത് മെയിൻ അൾത്താരയാണ്. വലത്തുവശത്ത് നമ്മൾ കാണുന്നതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അഴുകാത്ത ശരീരം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ കാണുന്നതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അഴുകാത്ത ശരീരം. ഈ ശരീരത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അച്ഛനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ട് ഈ ശരീരം അഴുകാതെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ചെറിയൊരു ചരിത്രം കൂടെ പറഞ്ഞുതരാം. 1859 വിശുദ്ധ ജോൺ മരിയ വിയാനി മരിക്കുന്നത്.
സാധാരണ അടക്കുന്ന പോലെ തന്നെയാണ് അടക്കിയത്. പക്ഷേ 45 വർഷം കഴിഞ്ഞ് കാനനൈസേഷന് വേണ്ടി, വിശുദ്ധമാക്കാനുള്ള പ്രോസസ്സിന് വേണ്ടി 1904 കല്ലറ തുറന്നപ്പം ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇൻറ്റാക്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അഴുകാതെ, കംപ്ലീറ്റ്ലി ഒട്ടും അഴുകാതെ ഇരുന്നു. ശരീരം ചെറുങ്ങനെ ഉണങ്ങി തുടങ്ങിയിരുന്നു, ചെറിയൊരു ഡാർക്ക് ഷെയ്ഡും വന്നിരുന്നു, പക്ഷേ ശരീരം പൂർണ്ണമായിട്ടും ഇൻറ്റാക്റ്റ് ആയിരുന്നു. അപ്പോൾ അന്നേരം അതിനുശേഷം പിന്നെ വെനറേഷൻ വെച്ചു. ആ വെനറേഷൻ വെച്ച സമയത്ത് ആൾക്കാർക്ക് കൂടുതൽ നല്ലതുപോലെ പ്രാർത്ഥിക്കാനും പിന്നെ ശരീരത്തെ ഈ എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയർ, അതായത് ഓക്സിജനിൽ നിന്നും പിന്നെ ലൈറ്റ്, ഇതിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ശരീരം വാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കും ശരിക്കും അഴുകാത്ത ശരീരമാണ്, പക്ഷേ അതിൽ ചെറിയൊരു വാക്സിൻ കൂടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖമൊക്കെ നമുക്ക് ഇത്ര ഒറിജിനലായിട്ട് ശരിക്കും മുഖം എന്ന ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തെറ്റിദ്ധരിക്കരുത്, അത് അഴുകിയിട്ടില്ല, പക്ഷേ അതേസമയം തന്നെ വാക്സ് ചെയ്തതുകൊണ്ടാണ് അത്രയും പെർഫെക്ഷനോടുകൂടെ ഇരിക്കുന്നത്. അതൊന്ന് അച്ഛൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അഴുകാത്ത ശരീരം. അതായത് കുമ്പസാരക്കൂട്ടിലെ രക്തസാക്ഷിയാണ് ഇദ്ദേഹം. ഒരു ഇടവകയിലേക്ക് വിട്ടു കഴിഞ്ഞപ്പം പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞ പ്രകാരമാണ്, അച്ഛാ, ദൈവസ്നേഹം ഒട്ടുമില്ലാത്തൊരു ഇടവകയാണിത്. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, അങ്ങേക്ക് സാധിക്കുമെങ്കിൽ ഇച്ചിരി അവിടെ ദൈവസ്നേഹത്തിൻ്റെ തിരി കൊളുത്താനാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു പ്രഭ തന്നെ, വലിയൊരു സൂര്യനെ തന്നെ ഉദിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് യാത്രയായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഈ ഇടവകയിൽ, ഈ ഒരു പ്രദേശത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഈ അഴുകാത്ത ശരീരത്തിന് മുമ്പിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു അത്ഭുതകരമായ ഒരു അഭിഷേകം, അദ്ദേഹത്തിന് കൊടുത്ത ആ ദൈവിക കൃപയുടെ ആ ഒരു നിറവ് ഞങ്ങൾക്കും എല്ലാ വൈദികർക്കും കൊടുക്കണേ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ, ഈ ഒരു സമയം നമുക്ക് വൈദികന് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏത് വൈദികരെയാണ് നിങ്ങൾ ഓർക്കുന്നത്? വൈദികരെ ഒന്ന് ഈ ഒരു സമയം ഓർക്കുന്നു. എന്നിട്ട് ഈ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി, എൻ്റെ ഒരു പ്രിയപ്പെട്ട വൈദികൻ, അല്ലെ പ്രിയപ്പെട്ട വൈദികർ ഉണ്ട്, അവരെ ഇത് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി, അവരെ അനുഗ്രഹിക്കണേ. ഈശോയുടെ അടുത്ത് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ. അങ്ങയിൽ നിറഞ്ഞു നിന്ന ദൈവീക തീക്ഷ്ണത, അങ്ങയിൽ നിറഞ്ഞു നിന്ന ദൈവീക ചൈതന്യം, അങ്ങയിൽ നിറഞ്ഞു നിന്ന കുമ്പസാരത്തിൻ്റെ അഭിഷേകം, അങ്ങയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, അങ്ങയിൽ നിറഞ്ഞു നിന്ന ആ ദൈവസ്നേഹത്തിൻ്റെ നിറവ് ഈ വൈദികർക്കും കൊടുത്ത് അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കാം നമുക്ക് ഈ ഒരു സമയം ജോൺ മരിയ വിയാനിയോട്. സ്നേഹമുള്ളവരെ, ചില പ്രധാനപ്പെട്ട നിയോഗങ്ങളൊക്കെ അച്ഛൻ ഈ ഒരു സമയം പറയുകയാണ്. നമുക്കൊരു അല്പസമയമുള്ളൂ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനി, പ്രത്യേകിച്ച് എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വൈദികർ ദൈവവിളി ഉപേക്ഷിച്ച് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവവിളിയിൽ, ഈശോയുടെ ഈ മഹനീയമായ വിളിയിൽ സംതൃപ്തിയില്ലാതെ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വിശുദ്ധ ജോൺ മരിയ വിയാനി ഈ ഒരു സമയം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒന്ന് അവർക്ക് സൗഖ്യം കൊടുക്കണമേ, അവരുടെ മനസ്സിൽ ഈശോയുടെ സ്നേഹം നിറയ്ക്കണേ. പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനിയോട് ചേർന്ന് അങ്ങനെ ഏതെങ്കിലുമൊക്കെ വൈദികർ ഈ ലോകത്തുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഏതെങ്കിലുമൊക്കെ വൈദികർ മാരക പാപത്തിൽ വീണ് ജീവിക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയത്തില്ല എന്തൊക്കെ പാപത്തിൽ വീണ് പോയിട്ടുണ്ടെന്ന്, അങ്ങനെ ആരെങ്കിലുമൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനിയോട് ചേർന്ന് നമ്മൾ ഈ ഒരു സമയം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി, ഏതെങ്കിലുമൊക്കെ വൈദികർ മാരകഭാവത്തിലേക്ക് വീണുപോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് ഈശോയുടെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ, ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കാനൊരു അഭിഷേകം കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഈ ഒരു സമയം നമ്മൾ ഏതെങ്കിലുമൊക്കെ വൈദികർക്ക് ഇടവകയിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുണ്ട്, വൈദികരുടെ ജീവിതം ഒത്തിരി ദൈവാനുഗ്രഹം നിറഞ്ഞാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഉണ്ട്. ഇടവക്കാർ, പലതരത്തിലുള്ള ഇടവക്കാരുണ്ട്, പലതരത്തിലുള്ള സ്വഭാവ ശൈലികളുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരോടും സംസാരിച്ചും കാര്യങ്ങൾ ചെയ്തു പോകുന്നതും എല്ലാം ഒത്തിരി പാടാണ്. ചില സ്വന്തം സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ട്, മറ്റുള്ളവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാൾ ഒന്ന് മാനേജ് ചെയ്യാൻ എന്ത് പാടാന്ന് നോക്കിയാൽ, അന്നേരം ഒരു ഇടവക മുഴുവൻ മാനേജ് ചെയ്യുന്ന ഒരച്ഛൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. ഭയങ്കര പാടാണ്. ഈശോയുടെ കൃപയിലെല്ലാം നല്ലപോലെ മുമ്പോട്ട് പോകും, ഈശോയുടെ സ്നേഹത്തിൽ ഒത്തിരി കൃപയിൽ മുമ്പോട്ട് പോകും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ തന്നെയും ചില വൈദികർക്ക് അത് വലിയ ബുദ്ധിമുട്ടും വലിയ സഹനമൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള അച്ഛന്മാരുണ്ട്. നമുക്ക് ഈ ഒരു സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ഒരു സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനിയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇടവകയിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടും വേണ്ടത്ര അംഗീകാരം, സ്നേഹമൊന്നും കിട്ടാതെ ഒറ്റപ്പെടലിൻ്റെയും സഹനങ്ങളുടെയും, അല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴും ദേഷ്യപ്പെടുന്നു, എപ്പോഴും വഴക്കൂടുന്നു, ആൾക്കാർ എപ്പോഴും കുറ്റം പറയുന്നു, അങ്ങനെയൊക്കെ ഓർത്ത് വിഷമിക്കുന്ന അച്ഛന്മാരുണ്ടെങ്കിൽ ഈ ഒരു സമയം ഈശോയെ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ സഹനത്തോട് ചേർത്ത് ഈശോയ്ക്ക് കാഴ്ചവെക്കുന്നു. അദ്ദേഹം നേരിട്ട എല്ലാ നിന്ദനങ്ങളോടും അപമാനങ്ങളോട് ചേർത്ത് ഈശോയ്ക്ക് കാഴ്ചവെക്കുന്നു. ഈശോയെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ മധ്യസ്ഥത്തിൻ്റെ യോഗ്യതയാൽ ഈശോയെ അങ്ങനെയുള്ള അച്ഛന്മാർക്ക് ഒരു മനസ്സിനൊരു സൗഖ്യം കൊടുക്കണേ.
പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ജോൺ മേരി വിയാനിയോട് കൂടെ നിന്നപോലെ ഇങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന അച്ഛന്മാർ, മറ്റുള്ളവർ സഹനങ്ങൾ അനുഭവിക്കുന്ന അച്ഛന്മാർ, ദൈവം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛന്മാർ, ഈശോയെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന അച്ഛന്മാർ, വിശുദ്ധ കുർബാനയോട് തീഷ്ണത തോന്നാത്ത അച്ഛന്മാർ, കുമ്പസാരത്തോട് തീഷ്ണത തോന്നാത്ത അച്ഛന്മാർ, ഈശോയെ തീഷ്ണമായിട്ട് സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛന്മാർ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വലിയ സ്ട്രഗിളുകളിലൂടെ പോകുന്നുണ്ടെങ്കിൽ, എന്നെ ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ആൾക്കാരെയൊക്കെ സ്നേഹിച്ചു, എന്നിട്ടും ആരും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ഏതെങ്കിലും അച്ഛന്മാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈശോയെ ചേർത്ത് വെക്കുന്നു. ഈശോയെ വിശുദ്ധ ജോൺ മേരി വിയാനിയോട് ചേർത്ത് വെക്കുന്നു. അമ്മ ജോൺ മേരി വിയാനിയെ പൊതിഞ്ഞു പിടിച്ചതുപോലെ എല്ലാ അച്ഛന്മാരെയും അമ്മ ഒന്ന് പൊതിഞ്ഞു പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മേ. വിശുദ്ധ ജോൺ മേരി വിയാനിയെ പൊതിഞ്ഞു പിടിച്ചതുപോലെ അമ്മ എല്ലാ അച്ഛന്മാരെയും, പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരെ പൊതിഞ്ഞു പിടിക്കണേ അമ്മയെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയം എന്തെങ്കിലുമൊക്കെ വൈദികരുടെ പേരുകളോ അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കൊന്ന് ഈശോയ്ക്ക് കൊടുക്കാം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ മേരി വിയാനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വീഡിയോ നിങ്ങളിത് ആകസ്മികമായിട്ട് കണ്ടതല്ല. കർത്താവ് നിങ്ങൾക്ക് കൃപ തന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈശോ നിങ്ങൾക്കിത് കാണിച്ചു തന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ എൻ്റെ ഈശോ ഈ ഒരു സമയം ഞാൻ പ്രാർത്ഥിച്ച ഈശോ കേൾക്കും, ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബക്കാരിൽ ഏതൊരു അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഈ ഒരു സമയം നമുക്ക് രോഗങ്ങളിൽ കഴിയുന്ന അച്ഛന്മാരുണ്ടാവില്ല എവിടെയെങ്കിലുമൊക്കെ. ഇപ്പോൾ പ്രീസ്റ്റ് ഹോമിൽ കഴിയുന്നവരുണ്ട്, അല്ലാണ്ട് ചെറുപ്പക്കാരായ അച്ഛന്മാർ രോഗങ്ങളൊക്കെ പിടിച്ചിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ള അച്ഛന്മാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധ ജോൺ മേരി വിയാനി സഹനം, ഈശോ അനുവദിക്കുന്ന സഹനമാണെങ്കിൽ സന്തോഷത്തോടെ സഹിച്ച് ലോകരക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനൊരു കൃപ അച്ഛന്മാർക്ക് കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെയല്ല, ഈശോ രോഗസൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ കൃപയാൽ അങ്ങയുടെ മധ്യസ്ഥയിൽ രോഗസൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമുക്ക് രോഗികളായ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഏതൊരു അച്ഛന്മാരൊക്കെ ലോകാരൂപിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് മുഴുവൻ സമയം മൊബൈൽ ഫോണ് ഈ ലോകത്തിൻ്റേതായിട്ടുള്ള അരൂപികളിലൂടെ മാത്രം നടക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ, മുഴുവൻ സമയം ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, ആത്മാക്കൾക്ക് വേണ്ടി ശ്രദ്ധയില്ല, ആളുകളോട് സ്നേഹമില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൂടെയൊക്കെ ഏതെങ്കിലുമൊക്കെ അച്ഛന്മാർ, പ്രത്യേകിച്ച് യുവ വൈദികരൊക്കെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കും വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങയുടെ സ്നേഹം ഒഴുകി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ സ്നേഹം ഒഴുകി എല്ലാ ദാഹങ്ങളും മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്നത്, ഇത് കുടിച്ച് നിനക്ക് പിന്നെയും ദാഹിക്കും, പക്ഷേ ഞാൻ തരുന്ന ജലം കുടിച്ച് നിനക്ക് ദാഹിക്കില്ല. ഈശോയാകുന്ന യഥാർത്ഥ നീരുറവയിൽ നിന്ന്, സക്രാരിയിൽ നിന്ന്, പരിശുദ്ധ കുർബാനയാകുന്ന നീരുറവയിൽ നിന്ന് പാനം ചെയ്ത് ജീവിക്കാനൊരു അഭിഷേകം വൈദികർക്ക് എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടി കൂടെ നമുക്ക് ഈ ഒരു സമയം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഒരു അച്ഛൻ വിധിക്കുന്നതല്ല, മറിച്ച് ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ നമ്മുടെ ചില വൈദ്യർക്കൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരും വിധിക്കുന്നതല്ല, ആരും മോശമാണെന്ന് പറയുന്നതല്ല, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള അച്ഛന്മാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമുക്ക് എല്ലാ വൈദികരെയും അവരുടെ ജീവിതാവസ്ഥകളെയും ജീവിതത്തിൻ്റെ സകല മേഖലകളെയും നമുക്ക് വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ മധ്യസ്ഥം വഴിയായിട്ട് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ രണ്ടാമത്തെ നിയോഗം, ആർക്കെങ്കിലുമൊക്കെ മാനസാന്തരം ആവശ്യമുണ്ടെങ്കിൽ, ജീവിതത്തിൽ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ മാനസാന്തരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ മേരി വിയാനി അങ്ങയുടെ അടുത്ത് എത്രയോ പേരാണ് മാനസാന്തരപ്പെട്ട് കണ്ണുനീരോട് ഓടി വന്നത്. ഇപ്പം ഞാനീ സമർപ്പിക്കുന്ന ഈ വ്യക്തിയെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ മധ്യസ്ഥത്താൽ അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തണേ, അവളെ അല്ലെങ്കിൽ അവനെ മാനസാന്തരപ്പെടുത്തണേ, എൻ്റെ കുഞ്ഞുങ്ങളെ മാനസാന്തരപ്പെടുത്തണേ, എൻ്റെ ജീവിത പങ്കാളിയെ മാനസാന്തരപ്പെടുത്തണേ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ അഴുകാത്ത ശരീരത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ പ്രിയപ്പെട്ട വൈദികർക്ക്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സമയം ഏതൊക്കെ വൈദികരെ ഓർത്ത് പ്രാർത്ഥിച്ചോ ആ വൈദികർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, അച്ഛാ, ഞാൻ അച്ഛന് വേണ്ടി വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ അഴുകാത്ത ശരീരത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച അച്ഛനെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന അച്ഛൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അച്ഛനത് അയച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അച്ഛന്മാർക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം ഞങ്ങൾ അച്ഛന്മാർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ തരുന്നതിലോ ഒന്നുമല്ല ഞങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത്, മറിച്ച് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന വഴി മാത്രമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ അറിയുമ്പം ഞങ്ങൾക്ക് കിട്ടുന്ന അത്ര സന്തോഷം മറ്റൊരു കാര്യത്തിലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് അയച്ചു കൊടുത്തിട്ട് പറ, അച്ഛനെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നു, ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടാണ്.
അപ്പോൾ നമുക്ക് ചെറിയൊരു ആശീർവാദം അച്ഛൻ തരികയാണ്. സ്നേഹമുള്ളവരെ, ശിരസ് നമിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ പ്രത്യേക മാധ്യസ്ഥവും സാന്നിധ്യവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥന നീങ്ങളോടും, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മാനസാന്തരം വേണ്ട വ്യക്തികളോടും, അതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കണമേ യേശുനാഥ.